പ്രിയമുള്ളവരെ, CPM ജില്ലാ സെക്രട്ടറി ശ്രീ ഉദയഭാനു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 100% വ്യാജവും വസ്തുതാവിരുദ്ധവുമാണ്. യാതൊരു സത്യസന്ധതയില്ലാതെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആദ്യം എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം സോണിയാഗാന്ധിയോടൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിയാണ്. 12 വർഷങ്ങൾക്കപ്പുറത്തെ ആ ഫോട്ടോ, അത് ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണം പൊളിഞ്ഞതോടെയാണ് അടുത്ത ആരോപണത്തിലേക്ക് കടന്നത്. കർണാടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് അന്ന് പോറ്റിക്ക് ജൻപതിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്നുള്ളത് SIT അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് പുറത്തു വരികയും ചെയ്തപ്പോഴാണ് അടുത്ത ആരോപണം പൊടിതട്ടി കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ആരോപണം ശബരിമല തന്ത്രിയുടെ 2.5 കോടി ഉറുപ്പിക തിരുവല്ലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നെന്നും ആ പണം ഞാൻ പിൻവലിച്ചു എന്നുള്ള ആരോപണമാണ്. ശബരിമല തന്ത്രിക്ക് ഈ ധനകാര്യ സ്ഥാപനത്തിൽ 1 ഉറുപ്പികയുടെ പോലും നിക്ഷേപം ഉണ്ടായിരുന്നില്ല എന്നും ഈ തന്ത്രിയെ ജീവിതത്തിൽ ഒരിക്കലും നേരിൽ പോലും കണ്ടിട്ടില്ല എന്ന് ധനകാര്യ സ്ഥാപന ഉടമ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ആ ആരോപണവും പൂർണ്ണമായി പൊളിഞ്ഞു. ആ ആരോപണം പൊളിഞ്ഞപ്പോൾ അതിന്റെ മറുപടി വന്ന് പരസ്യമായി പത്രക്കാരോട് പറയേണ്ട CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഒളിവിൽ ഇരുന്ന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ കമന്റുകൾ പുറത്തേക്ക് വിടുകയാണ്. അദ്ദേഹം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുപോലെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് വന്ന് ഈ താമ ഈ പറഞ്ഞ പച്ച കള്ളമാണെന്നും ആ കള്ളം പറഞ്ഞതിൽ എനിക്ക് തെറ്റുപറ്റിയെന്നും പറയേണ്ടതിന് പകരം മൂന്നാമത്തെ ആരോപണം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 300 കോടിയോളം ഉറുപ്പിക പൊതുജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയ ഒരു വ്യക്തി 6 മാസം ജയിലിൽ കടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ്. അദ്ദേഹത്തെ കൊണ്ട് എനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ 2 കോടി ഉറുപ്പിക കൈപ്പറ്റി എന്നാണ് പറയുന്നത്. 2 കോടി ഉറുപ്പിക ഞാൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഉദയഭാനുവും അതല്ലെങ്കിൽ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയും അതിന്റെ രേഖകൾ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ വ്യാജ ആരോപണങ്ങൾ പറഞ്ഞ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM അകപ്പെട്ടിരിക്കുന്ന അഗാധ ഗർത്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങളാണ്. ആ കേസിൽ പ്രതിയാക്കപ്പെട്ട പ്രതികളെ മുഴുവൻ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ അവരെല്ലാം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും പാർട്ടിയുടെ ഒരു നടപടി പോലും ഇല്ലാതെ പാർട്ടിയുടെ സംരക്ഷണയിൽ അവർ സമൂഹത്തിൽ വിരാജിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നലെ CPMന്റെ സെക്രട്ടറി ഗോവിന്ദൻ വളരെ കാര്യമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ആന്തൂറിലെ സാജൻ ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യ നഗരസഭ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അനുമതി കൊടുക്കാതെ അയാളെ പീഡിപ്പിച്ച അവസാനം ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും തകർന്നു പോയപ്പോൾ ആത്മഹത്യ ചെയ്തതാണ്. അതേക്കുറിച്ചാണ് ഗോവിന്ദൻ പറയാൻ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സത്യം ഒന്നേ ഉള്ളൂ, ആ സത്യം പുറത്തു വരും. CPM എത്രയെല്ലാം വ്യാജ പ്രചരണങ്ങൾ നടത്തി, കള്ളപ്രചരണങ്ങൾ നടത്തി കോട്ട കെട്ടാൻ ശ്രമിച്ചാലും ആ കോട്ടയൊക്കെ ഇടിഞ്ഞു വീണ് സത്യം പുറത്തു വരും. അതാണ് മന്ത്രി വീണ ജോർജിനോടും പറയാനുള്ളത്. പുറത്തു വരാനുള്ള ഒട്ടേറെ സത്യങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. വീണ ജോർജ് കാത്തിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കള്ളക്കേസിൽ എന്നെ കുടുക്കി എന്റെ 50 വർഷത്തെ പൊതുജീവിതം സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇന്ന് വരെ ഒരു ആരോപണങ്ങൾ വരാത്ത പൊതുജീവിതമാണ്. എന്റെ ഇത്രയും കാലത്തെ പൊതുജീവിതത്തിൽ 2 തെരഞ്ഞെടുപ്പ് കേസുകൾ മാത്രം CPM കൊടുത്ത 2 തെരഞ്ഞെടുപ്പ് കേസുകൾ മാത്രമാണുള്ളത്. അപ്പൊ എന്നെ വ്യക്തിഗത ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ അതിനെ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. ഇത്തരം കള്ള ആരോപണങ്ങളുടെയും കള്ളപ്രചരണങ്ങളുടെ പിന്നിൽ തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.